നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പള്ളിവേട്ടയെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. പള്ളിവേട്ടയോടുകൂടി, അതായത് ദേവചൈതന്യത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കോടുകൂടി ഗ്രാമം മുഴുവൻ ആ ചൈതന്യത്തിൽ ആറാടുന്നു. അതുതന്നെയാണ് ഉത്സവ സമയത്ത് നടക്കുന്ന ആറാട്ട് ചടങ്ങ്. സാധാരണ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു തീർത്ഥത്തിലായിരിക്കും ആറാട്ട് നടക്കുന്നത്. അതിൽ താന്ത്രിക വിധിപ്രകാരം ദേവൻ നീരാടുമ്പോൾ ദേവശരീരത്തിൻ്റെ ശിരസിൽ നിന്നും ഉത്ഭവിക്കുന്നത് അമൃതപ്രവാഹത്തെ സൂചിപ്പിക്കുന്നത് എന്നാണ് സങ്കല്പം. ദേവന്റെ ഈ നിമജ്ജനത്തോടെ നാട്ടുകാരും ആറാട്ട് തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് ഈ സങ്കല്പത്തിലാണ്. ഈ ദേവചൈതന്യം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് വിദൂരദേശങ്ങളിൽ താമസിക്കുന്ന തദ്ദേശീയർ പോലും സ്വന്തം നാട്ടിൽ എത്തിച്ചേരുന്നത്. പരദേവതയുടെ ഈ അനുഗ്രഹ പ്രവാഹത്തിൽ ദേശത്തുള്ള എല്ലാവരും പങ്കുചേരുക എന്നത് പണ്ടേയുള്ള ഒരു എഴുതപ്പെടാത്ത നിയമമായിരുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. പ്രാണാദപി കോരമ്യഃ കുലധർമ്മ സാധുസംഗശ്ച പ്രാണാദപി കോരമ്യഃ കുലധർമ്മ സാധുസംഗശ്ച സംരക്ഷ്യ കീർത്തിഃ പതിവ്രജ നൈജ ബുദ്ധിശ്ച സംരക്ഷ്യ കീർത്തിഃ പതിവ്രജ നൈജ ബുദ്ധിശ്ച. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഗൃഹസ്ഥാശ്രമധർമ്മം നിർവഹിക്കുന്നവർക്കുള്ള ഉപദേശമാണ് പ്രശ്നോത്തര രത്നമാലികയിലെ 90-ാം ചോദ്യം. ജീവനേക്കാൾ പ്രിയപ്പെട്ടത് എന്താണെന്ന ചോദ്യത്തിന് ആചാര്യൻ നൽകുന്ന മറുപടി കുലധർമ്മവും സജ്ജന സംഗമവും എന്നാണ്. ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് വ്യാഖ്യാനിക്കുകയാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ 37 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവസാനം മനുഷ്യൻ ഏറ്റവും ജാഗ്രതയായിരിക്കേണ്ടത് രാജ്യസേവയിലാണെന്ന് പറഞ്ഞു. തുടർന്ന് പ്രാണാദപി കോരമ്യ കുലധർമ്മ സാധുസംഗശ്ച കാ സംരക്ഷ്യാ കീർത്തിഃ പതിവ്രത നൈജ ബുദ്ധിശ്ച. പ്രാണാദപി കോരമ്യ കുലധർമ്മ സാധുസംഗശ്ച കാ സംരക്ഷ്യാ കീർത്തിഃ പതിവ്രത നൈജ ബുദ്ധിശ്ച. 90-ാമത്തെ ചോദ്യമാണ് പ്രാണാദപി കഹ രമ്യഃ.
പ്രാണനേക്കാൾ രമ്യമായിട്ടുള്ളത് ആരാണ്? നമ്മെ സംബന്ധിച്ച് ഏറ്റവും രമ്യമായത്, ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും സുന്ദരമായത് സ്വന്തം പ്രാണൻ തന്നെയാണ്. അവിടെ പ്രാണശബ്ദത്തിന് തൻ്റെ ജീവൻ എന്ന അർത്ഥമെടുക്കാം. ജീവനേക്കാൾ പ്രിയപ്പെട്ടത് മറ്റൊന്നില്ല, ജീവനാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. സാധാരണ അത് ലോകത്തിൽ തന്നെ പ്രസിദ്ധമാണ്. എൻ്റെ ജീവന് തുല്യം പ്രിയമാണെന്നൊക്കെയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നമ്മൾ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ഇവിടെ ചോദ്യം, ജീവനേക്കാൾ പ്രിയപ്പെട്ടത്, രമ്യമായത്, മനോഹരമായത് ആരാണ്, എന്താണ്? മറുപടി, കുലധർമ്മ സാധുസംഗ ച. കുലധർമ്മവും സാധുസംഗവും ഇത് സാമാന്യമായ ലോകവ്യവഹാരം ചെയ്യുന്ന, വിശേഷിച്ച് പറയട്ടെ ഗൃഹസ്ഥാശ്രമ ധർമ്മം നിർവഹിക്കുന്നവരോടുള്ള ചോദ്യോത്തരങ്ങളാണ്. ഇത് സന്യാസ ജീവിതം നയിക്കുന്നവരോടുള്ള ചോദ്യോത്തരങ്ങളല്ല. അപ്പം അവിടെ ലോക വൃത്തിയിൽ കഴിയുമ്പോൾ നിശ്ചയമായും കുലധർമ്മത്തിന് പ്രാധാന്യമുണ്ട്. കുലധർമ്മത്തെ സംബന്ധിച്ച് കാലാന്തരത്തിൽ പല ഉച്ചനീചത്വ കൽപ്പനകളും സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ച താഴ്ചകളുടെ കൽപ്പനകളുമൊക്കെ വന്നു ചേർന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജാതിധർമ്മം, കുലധർമ്മം എന്നൊക്കെ പറയുമ്പോൾ അത് ഹീനമാണ്, അത് ദുഷിച്ചതാണ്, എല്ലാ പ്രകാരത്തിലും നിന്ദ്യമാണ് എന്നൊരു ഭാവനയാണ് പൊതുവേ സമൂഹ മനസ്സിന് വരിക. അതവിടെ ഇരിക്കട്ടെ. എന്നാൽ ഒരു കുലധർമ്മവും ഒന്നിന് മീതെയോ ഒന്നിന് താഴെയോ അല്ല. ഒരു ജാതിധർമ്മവും ഉയർന്നതോ താണതോ അല്ല. എല്ലാത്തിനും അതിൻ്റെ മഹിമയുണ്ട്. സാത്വികമായാലും രാജസികമായാലും താമസികമായാലും ഏത് വിധത്തിൽപ്പെട്ട ചര്യയിൽ കഴിയുന്നവരായാലും അവനവൻ്റെ ഗുണഘടനയ്ക്കനുസൃതമായ കർമ്മം ചെയ്യുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളുണ്ട്. ഒരു തൊഴിൽ മേഖലയും ഒന്നിനേക്കാൾ മികച്ചതോ താഴ്ന്നതോ അല്ല. അവനവന് അർപ്പണഭാവത്തോടുകൂടി ആദരപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ അവനവൻ്റെ തൊഴിൽ തന്നെയാണ് ഉപാസനയായിട്ട് മാറുന്നത്. ഈ കാഴ്ചപ്പാട് നമുക്ക് വേണം. ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മുടേതായ തൊഴിലിനെ ആദരപൂർവ്വം നോക്കിക്കാണാൻ സാധിക്കും. അവിടെ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, സാമ്പത്തികമോ സാമൂഹികമോ ആയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ പലപ്പോഴും ഉത്കർഷതയോ അപകർഷതയോ അറിയാതെ വന്നു ചേരും. കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അറിയാതെ ഉത്കർഷതയും അപകർഷതയും ഒക്കെ വന്നു ചേരും. അതുണ്ടാവരുത്. എല്ലാത്തിനെയും ഒരുപോലെ കാണാനുള്ള, ആദരിക്കാനുള്ള മനോഭാവത്തോടു കൂടി വേണം ഈ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ. അങ്ങനെ വരുമ്പോൾ എല്ലാ തൊഴിലും ശ്രേഷ്ഠമാണ്. എങ്കിൽ അവനവൻ്റെ പിതാമഹന്മാർ, അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അഥവാ അച്ഛനാവട്ടെ അച്ഛമ്മയാവട്ടെ അമ്മമ്മയാവട്ടെ, അങ്ങനെ പരമ്പരയായി തുടർന്നു പോകുന്ന തൊഴിൽ നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമുക്കതിൽ പ്രാഗൽഭ്യം നേടാൻ കഴിയും. ആ തൊഴിൽ തന്നെ തലമുറകളിലൂടെ തുടരുമ്പോൾ ആ ജീവനിൽ തന്നെ, ജീവോപാധിയിൽ തന്നെ, സൂക്ഷ്മ ശരീരത്തിൽ തന്നെ ആ തൊഴിലിന് വേണ്ടതായ വാസന സുദൃഢമായി തീരും. ഇപ്പോൾ തലമുറകളിലൂടെ ഒരേ തൊഴിൽ ചെയ്തു പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലെ സംസ്കാരങ്ങൾ തന്നെ ആ തൊഴിലിന് അനുഗുണമായി തീരും. 2, കൊച്ചുനാൾ മുതൽ ആ തൊഴിലിൽ പരിശീലനം നേടാനും കണ്ട് പ്രാഗൽഭ്യം നേടാനും കഴിയും. ഇതാണ് കുലധർമ്മത്തിൻ്റെ, കുലത്തൊഴിലിൻ്റെ മഹിമ. അത് ശ്രേഷ്ഠമാണ്. അത് സമാജത്തിൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതാണ്. അതൊരു വ്യക്തിയുടെ മികവ് വളർത്തുന്നതാണ്. എന്നല്ല, അങ്ങേയറ്റം സംഘർഷരഹിതമായി തൊഴിൽ അനുഷ്ഠിക്കാൻ സഹായിക്കുന്നതാണ്. അതാണ് കുലധർമ്മത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് കുലധർമ്മം പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാകണം, രമ്യമാണ്. പിന്നെയോ സാധുസംഗശ്ച, സജ്ജനങ്ങളുമായുള്ള സംഘം. നമ്മുടെ ജീവിതത്തിൽ ഏത് തുറയിൽ കഴിയുന്നവരോ ആവട്ടെ നമ്മൾ, ഏത് മേഖലയോ ആവട്ടെ നമ്മുടേത്,
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് സജ്ജനങ്ങളുമായുള്ള സംഘം. സജ്ജന സംഘം മനസ്സിന് ശാന്തിയെ നൽകുന്നു, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്നു. ഏത് തൊഴിൽ മേഖലകളിൽ വ്യാപരിക്കുന്നവരായാലും ആ തൊഴിൽ മേഖലയിൽ മികച്ച് മുന്നോട്ട് പോകാനും പോരാ, ഈ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുമ്പോഴും ആന്തരികമായി മനസ്സിനെ ഈശ്വരനിലേക്ക് ചേർക്കാനും സദ്ധർമ്മത്തിൽ ഉറച്ചു കഴിയാനും നമുക്ക് ശക്തി പകരുന്നതാണ്, മാർഗദർശനം നൽകുന്നതാണ് സാധുജന സംഘം. അതുകൊണ്ട് സാധുസംഘം ഏറ്റവും വിലയേറിയതാണ്, ഏറ്റവും രമ്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ പ്രാണനേക്കാൾ രമ്യം എന്താണ്? ചോദ്യം, മറുപടി കുലധർമ്മവും സാധുസംഘവും. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. മകരനിലാക്കുളിരാടി പാടി പുണ്യദർശനം, മലനിര തോറും മാറ്റൊലിക്കൊണ്ടു ഹരിവരാസനം. മകരനിലാക്കുളിരാടി പാടി പുണ്യദർശനം, മലനിര തോറും മാറ്റൊലിക്കൊണ്ടു ഹരിവരാസനം. വാനവർ പോലും ധന്യത നേടി പുണ്യദർശനം. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽത്തളിരിന് കൈ തൊഴുന്നേ നിൻ, കാൽത്തളിരിന് കൈ തൊഴുന്നേ നിൻ, കേശാദിപാദം